റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള അധ്യക്ഷൻ ഉസ്താദ് എന്താ പേര് പറഞ്ഞു, ഹുസൈൻ ഫൈസൽ സാറ്, മറ്റ് സദസ്സിലുള്ള മാന്യ വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ കൊപ്പം പഞ്ചായത്ത് കരിങ്ങനാട് മഹല്ലിൽ പ്രഭാപുരം എന്ന സ്ഥലത്തു നിന്ന് വരുന്ന ആളാണ്. നമ്മുടെ അബ്ബാസിൻ്റെ അമ്മായിയുടെ മകനു കൂടിയാണ്. പിന്നെ നമ്മുടെ സുക്കൂർ അമ്മാൻ്റെ മകനാണ്. കൂടാതെ പിന്നെ ഉസ്താദിനെ പറ്റിയിട്ടും ഇവിടുത്തെ ക്ലാസ്സിനെ പറ്റിയിട്ടും അബ്ബാസ് എന്നോട് പറഞ്ഞു തരികയും ഞാൻ അതിനെ പറ്റിയിട്ട് വിശദമായി അന്വേഷിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പം ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 4-5 വർഷമായി. വീട്ടിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന മാതിരി ഇപ്പോൾ നാട്ടിലാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൻ്റെ പേരിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇത്ര അധികം ലേറ്റായതാണ്. അതിന് ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ് ഉസ്താദിനോട്. പിന്നെ ഈ കല എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്ത് തന്നെ, നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഈ ലോകത്ത് ഒട്ടുക്കും ഏറ്റവും മികച്ച ഒരു കലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ വാസനയും ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ്. കാരണം എനിക്കൊക്കെ പൊതുവെ പറയണമെങ്കിൽ ഇപ്പോൾ മറ്റേ പുള്ളി പറഞ്ഞ മാതിരി തന്നെ സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ആരെങ്കിലും വിളിച്ചാൽ പോകാൻ തന്നെ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ഒന്നാമത് ഈ മഹലിൻ്റെ, നമ്മുടെ കരിങ്ങനാട് മഹലിൻ്റെ ട്രഷറർ കൂടിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് അവസാനത്തെ ഒരു പ്രസംഗം നന്ദി പ്രസംഗമാണ്. അപ്പോൾ അതിനെ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. എന്താ ഞാൻ പൊതുവേ എന്താണെന്ന് വിചാരിച്ചാൽ ആദ്യമൊക്കെ പിന്നെ പറഞ്ഞിരുന്ന എല്ലാവർക്കും പിന്നെ ഞാൻ നന്ദി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കലാണ്. ഇപ്പം അങ്ങനെയല്ല. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് പിന്നെ 1-2 വർത്തമാനങ്ങളൊക്കെ അങ്ങനെ പറയാൻ കിട്ടുന്നല്ലാതെ ഒന്നും മനസ്സിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഒക്കെ ഈ പറഞ്ഞ മാതിരി ഈ പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജ് ഇറങ്ങി പോയെങ്കിൽ ശേഷം പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യം ആലോചിക്കുക, ഞാനത് പറഞ്ഞില്ലല്ലോ, ഇത് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുക. ആ ഒരു ചിന്തയാണ് ഇപ്പോൾ എനിക്ക് ആകെ പ്രശ്നം പറ്റുന്നത്. കാരണം എന്ന് വിചാരിച്ചാൽ അതിനൊക്കെ ഒരു മാറ്റം ഉസ്താദിൽ നിന്നുണ്ടാവും എന്നുള്ളത് എനിക്ക് അങ്ങേയറ്റത്തെ പ്രതീക്ഷയുണ്ട്. ഇൻഷാ അല്ലാഹ് ഉണ്ടാവും ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത വ്യക്തികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ 43 വർഷം പ്രവാസിയായിരുന്നു. അതായത് 79 ഡിസംബർ 12-ാം തീയതി ഞാൻ ഇവിടുന്ന് കുവൈത്തിൽ പോയതാണ്. കുവൈത്തിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതങ്ങൾ കംപ്ലീറ്റ്. അപ്പോൾ അറബി വീട്ടിലെ ഒരു ജോലിക്കായിട്ടാണ് ഞാൻ ഫസ്റ്റിൽ ഇവിടുന്ന് പോയിട്ടുള്ളത്. അവിടുന്ന് പിന്നെ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ഖൈറ് കൊണ്ട് അവിടുത്തെ ഗവൺമെൻറ് ജോലിയായി. പിന്നെ നമ്മൾ സ്വന്തം ബിസിനസ്സായി. പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നാട്ടിൽ തിരിച്ചെത്തി. അൽഹംദുലില്ലാ റാഹത്തായിട്ട് ജീവിക്കുന്നു. പിന്നെ ഭാര്യ, 3 മക്കളുണ്ട്. 2 പെൺമക്കളാണ്. 2 പെൺമക്കളെയും വിവാഹം ചെയ്തു കൊടുത്തു. മകൻ കുവൈറ്റിലാണ്, അക്കൗണ്ടൻ്റായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്, അതും റാഹത്ത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ജീവിതത്തിനൊക്കെ വളരെ റാഹത്താണ് അൽഹംദുലില്ലാ. അതിന് അള്ളാഹുവിനെ ഞാൻ അങ്ങേയറ്റം സ്തുതിക്കുകയാണ് അൽഹംദുലില്ലാ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല, സുഖം തന്നെയാണ്. നമുക്ക് ഇതിന് നടത്തിത്തരുന്ന ഉസ്താദിന് അങ്ങേ അറ്റത്തെ ഒരു നന്ദിയും കൂടി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ